ഹായ് ഫ്രണ്ട്സ്, ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും അതുപോലെ തന്നെ എൻ്റെ ഈ കൊച്ചു ചാനലൊന്ന് സബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. പേട ഇഷ്ടമില്ലാത്തവരെ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? എന്നാൽ ഈ പേട കഴിക്കാനായിട്ട് ഇനി ബേക്കറിയിലൊന്നും പോകണ്ടെന്നേ, നമുക്ക് വീട്ടിൽ തന്നെ ഇത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതെങ്ങനെ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് പാർലേജിയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ആദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ബിസ്ക്കറ്റ് ഒന്ന് പൊട്ടിച്ച് നമുക്ക് അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ചെറിയ ജാറായതുകൊണ്ട് 2 പ്രാവശ്യമായിട്ടാണ് ഞാനിതൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പം ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കുറച്ച് മതിയെന്നുള്ളവർ പഞ്ചസാര ഒഴിവാക്കുക. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതിപ്പോൾ ആദ്യത്തെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ബാക്കി ബിസ്ക്കറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് 2 ടീസ്പൂണ് നമുക്ക് പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പാൽപ്പൊടി ചേർക്കുന്നത്. ഇനി പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, പാൽപ്പൊടി ഇല്ലാതെ നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ പാത്രത്തിലേക്ക് ഞാനിത് മാറ്റിയിട്ടുണ്ട്. എടുക്കേണ്ടെന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് കേട്ടോ. ചെറിയ പാത്രമാകുമ്പോൾ നമുക്ക് കളഞ്ഞു പോകത്തില്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് സമയമൊന്നും വേണ്ട, മിനിറ്റുകൾ കൊണ്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പാല് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ തിളപ്പിച്ചാറിച്ച പാല് കുറേശ്ശെ എടുത്ത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ടുണ്ട്, ഏകദേശം 2 സ്പൂണൊക്കെ ഉണ്ട്. ഇത് ഒഴിച്ചതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് കുറേശ്ശെ പാൽ ഒഴിച്ച് കൊടുത്ത് ഒരുപാട് എടുത്ത് ഒഴിക്കരുത്, നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ സ്പൂൺ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം കൈയൊക്കെ ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ആവശ്യാനുസരണം ഇച്ചിരി പാല് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇത് കുഴയ്ക്കും തോറും നല്ലപോലെ ലൂസായി വരും. മാവിലിട്ടാൽ തന്നെ അലിഞ്ഞു പോകുന്ന പേട നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇതുപോലെ ബിസ്ക്കറ്റെല്ലാം നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്കിതൊരു ഉരുളയാക്കാം. ഇതുപോലെ ഒരു ഉരുളയാക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി ഒരു കുഴി പോലെ ആക്കാം. അതിലേക്ക് നമുക്ക് നട്ട്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ പിസ്ത ഉണ്ടായിരുന്നു, അത് ഞാൻ വെച്ച് കൊടുക്കുന്നു. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അത് നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ രുചിയാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ ഞാനൊന്ന് ഉരുട്ടി റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യാനും ഈ കൊച്ചു ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോരുത് കേട്ടോ. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ തയ്യാറാക്കിയെടുത്തത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ഒന്ന് സേവ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ.